ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട്സും ലോങ് ഫ്രഞ്ച് നോട്ട്സും റിംഗ് നോട്ട്സും എങ്ങനെയാണ് ഇടുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതുപോലെ സിൽക്കിൻ്റെ ത്രെഡാണ് എടുത്തേക്കുന്നത്. സിൽക്ക് ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സൂചിയുടെ നമ്പർ പറയുകയാണെങ്കിൽ നമ്മുടെ ത്രെഡ് കടന്നു പോകുന്ന ഒരു സൂചി അത് ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ പേർക്കും അറിയായിരിക്കും, എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതുപോലെ നൂല് കുത്തിയെടുക്കുക. സൂചിയിൽ ഇതുപോലെ രണ്ടെണ്ണം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. നമ്മൾ കുത്തിയെടുത്ത് തന്നെ താഴേക്ക് പതുക്കെ ലൂസായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. നന്നായി വലിച്ചു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അപ്പം നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് കിട്ടും. നമ്മൾ സിൽക്കിൻ്റെ ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിൽക്കിൻ്റെ ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്യുമ്പം ഒരുപാട് നീളത്തിലെടുക്കാതിരിക്കുക കേട്ടോ. നമ്മൾ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആകുമ്പം ഒരുപാട് നീളത്തിലെടുക്കരുത്. ചെറിയ നീളത്തിലെടുത്തിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ കൈ കൊണ്ട് നൂല് പിടിച്ചിട്ട് വേണം വലിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓരോ നൂലൊക്കെ ചിലപ്പോൾ പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആങ്കർ ത്രെഡ് ആണെങ്കിൽ ആ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിതുപോലെ സൂചിയിലേക്കൊന്ന് നൂല് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് പതിയെ കുത്തി കൊടുത്തിട്ട് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡല്ലേ ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് കൊണ്ടൊക്കെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറീസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്തും അധികം അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന ഇതേ രീതിക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ താഴേക്ക് കുത്തിയിറക്കുന്ന ഇതുപോലെ നീളത്തിലൊന്ന് പിടിച്ചിട്ടാണ് കുത്തിയിറക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂചിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ലെങ്തിൽ ഒന്ന് കുത്തി താഴേക്ക് ഇറക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ലോങ് ഫ്രഞ്ച് നോട്ട് വരുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫ്ലവേഴ്സ് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ നീളം നമ്മുടെ കുത്തിയിറക്കുന്നതിൻ്റെ നീളം മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെടുത്തി കൊടുക്കുന്നത് ഫ്രഞ്ച് നോട്ടിൽ നിന്നും. അപ്പോൾ ഇതുപോലെ നമ്മൾ പല നീളത്തിൽ കൊടുത്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ഞാനിപ്പോൾ 6 സ്ട്രാൻഡ്സിലാണ് എടുത്തേക്കണമെന്ന് പറഞ്ഞല്ലോ ത്രെഡ്. അത് നമുക്ക് വേണമെങ്കിൽ അളവ് കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ബലം അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കൂടുതൽ കട്ടിയായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നൂല് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് റിംഗ് നോട്ട്സ് ആണ് കേട്ടോ. റിംഗ് നോട്ട്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു നോട്ടാണ് റിംഗ് നോട്ട്. അപ്പം നമ്മളിതുപോലെ നൂലൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ കാണുന്ന പോലെ നമ്മൾ ത്രെഡിൽ സൂചി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ലൂസാക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഈ നമ്മൾ കുത്തിയെടുത്തതിൻ്റെ നേരെ മേളിലായിട്ട് വേണം കുത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ലൂസാക്കി കൊടുത്തെടുത്ത് നമ്മൾ ഈ ഒരു ത്രെഡ് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചു കൊടുക്കണം. അതിന് ശേഷം മാത്രം താഴേക്ക് വലിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിംഗ് നോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ റിംഗ് നോട്ട്സ് ഇട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ പലതവണ ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഫെയർ ക്ലോത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ നൂല് നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം സൂചിയിൽ ഈ കാണുന്ന പോലെ ഞാൻ കാണിക്കണ പോലെ നമുക്ക് ഒരു ട്വിസ്റ്റ് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അല്ല ഇതുപോലെ രണ്ടെണ്ണം ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ കുത്തിയെടുത്തതിന് നേരെ മേളിൽ ഇതുപോലെ സൂചി കുത്തി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു നൂല് നമ്മൾ മേളിലേക്ക് നിൽക്കുന്ന നൂലില്ലേ അതിങ്ങനെ കൈകൊണ്ട് പിടിക്കുക. അതിന് ശേഷം നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് റിംഗ് നോട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് റിംഗ് നോട്ടെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാം ഒരേ സൈസിൽ, ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ റിംഗ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഒരു തവണ കണ്ടു എന്ന് വിചാരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് റിംഗ് നോട്ട്സ് ഇട്ട് ഫ്ലവേഴ്സ് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എംബ്രോയ്ഡറി അതിൻ്റെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഈ റിംഗ് നോട്ട് ഫ്ലവർ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫ്ലവേഴ്സ് അല്ലാതെ മറ്റെന്ത് രീതിയിൽ വേണമെങ്കിൽ ഇതുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് ട്രൈ ചെയ്ത് പ്രാക്ടീസായി നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ മാത്രം ഫെയർ ക്ലോത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.
ഓരോ റിംഗ് നോട്ട് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ കൈ ഇതുപോലെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം മറക്കരുത്. അപ്പോൾ ഇത് ഇച്ചിരി പാടുള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷേ ഇതിന് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് മെനക്കെടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാനും അല്ലെങ്കിൽ കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോസ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടണം കേട്ടോ. അപ്പോൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പം വീഡിയോസ് ഇടുമ്പോൾ തന്നെ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. പിന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് അതാത് സമയങ്ങളിൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. നിങ്ങളതിലേക്ക് ഹായ് അയച്ചാൽ മതിയാവും. നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.